നമസ്കാരം. യുദ്ധ സാഹചര്യങ്ങളൊക്കെ മാറി വരുന്ന ഇസ്രയേൽ സാഹചര്യത്തിൽ വീണ്ടും നമ്മുടെ ജയം കെയർ ഗീവർ അസിസ്റ്റൻസ് വഴി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മുംബൈ ട്രെയിനിങ് പൂർത്തീകരിച്ച് ഫാമിലി സെലക്ഷൻ വന്ന് വിസ വന്ന് എംബസി ഇൻ്റർവ്യൂ പൂർത്തീകരിച്ച് ജോബ് ഓർഡർ ടു എംബസി ഇൻ്റർവ്യൂ സ്പെഷ്യൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എടുത്തു പറയുന്നു, വെറും 5000 രൂപയാണ്. 50,000 80,000 ഒന്നുമില്ല. ജോബ് ഓർഡർ വന്നവർക്ക് ജോബ് ഓർഡർ ടു എംബസി ഇൻ്റർവ്യൂ വരെ ഒരു 20-25 ക്ലാസ് ഓൺലൈൻ ക്ലാസ് നൽകുന്ന ഒരു സ്കീമാണത്. മറ്റ് പല ഏജൻസികളും 50,000 80,000 ഒക്കെ മേടിക്കുന്നുണ്ട് എന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു വെറും 5000 രൂപയുടെ കാര്യമേ ഉള്ളൂ എന്ന്. 10 ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ അത് കുട്ടികൾ ഓക്കെയാണ്. അപ്പോൾ 2000-2500 അല്ലെങ്കിൽ 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ, മാക്സിമം ഒരു 4000 രൂപ 4200 രൂപ, ഇത്രയുമാണ് അതിൻ്റെ ഫീസ്. അപ്പോൾ ഞാനത് ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ കാർമേഘങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ജയം കെയർ ഗീവർ വഴി വിസ വന്ന നമ്മുടെ കാൻഡിഡേറ്റ്സ് ജോർദാൻ വഴി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് പോയ നമ്മുടെ കെയർ ഗീവേഴ്സ് അല്ലെങ്കിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ പ്രോസസ്സ് വഴി തന്നെ കൊച്ചി ടു മുംബൈ ടു ജോർദാൻ ടു ജെറുസലേം ഇപ്പം 3-4 ഗ്രൂപ്പുകൾ വന്നു. ഒരുപാട് സന്തോഷം. ഞാൻ ഈ ഇട്ടിരിക്കുന്ന പ്രകാരമുള്ള ആൾക്കാർ ഇസ്രയേലിലേക്ക് യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷം കടന്നു വരുന്നവരാണ്. അപ്പോൾ പറയാനുള്ളത്, ഏജൻസികളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഭാഗികമായിട്ടാണ്. യുദ്ധ സാഹചര്യങ്ങൾ മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ഒരുപാട് പേര് മുംബൈയിൽ ഹോസ്റ്റലുകളിലും ഒക്കെ സാഹചര്യങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ യുദ്ധ സാഹചര്യങ്ങൾ മാറാൻ വേണ്ടി, കുടുംബം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കുടുംബം ഒന്ന് പച്ചപിടിക്കാൻ വേണ്ടി ജോലി സാധ്യത തേടി നിൽക്കുന്നവർക്ക് യുദ്ധങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോ ഉള്ള പോലെ പാസ്പോർട്ട് ആരും ഒരു ഏജൻസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പാസ്പോർട്ട് കോപ്പി സബ്മിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി.